ഇനി പ്രവാസ ലോകത്തെ വാർത്തകളാണ്. യുഎഇയിൽ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവനങ്ങൾ നൽകുന്ന BLS കേന്ദ്രങ്ങൾ ഈ മാസം 25 മുതൽ അപേക്ഷകർക്ക് അപ്പോയിന്റ്മെന്റ് നൽകുന്നത് നിർത്തിവയ്ക്കും. സേവനങ്ങളുടെ പുറംജോലി കരാർ മറ്റൊരു കമ്പനി ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ജൂൺ 26 മുതൽ 30 വരെ 5 ദിവസം പുതിയ പാസ്പോർട്ട് പുതുക്കൽ, വിസ അറ്റസ്റ്റേഷൻ എന്നീ സേവനങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം അബുദാബിയിലെ ഇന്ത്യൻ എംബസി, ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവ വഴി നേരിട്ട് അപേക്ഷിക്കാൻ സൗകര്യമൊരുക്കുമെന്ന് എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ജൂലൈ 1 മുതൽ സേവനങ്ങളുടെ കരാർ ഏറ്റെടുത്ത അൽഹിന്ദ് ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് അപേക്ഷകർക്ക് അപ്പോയിന്റ്മെന്റ് നൽകുന്ന പോർട്ടൽ സജ്ജമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. എംബസിയുടെയും കോൺസുലേറ്റിന്റെയും അടിയന്തര സേവനത്തിന് 800-46342 എന്ന ടോൾ ഫ്രീ നമ്പറിലും 971543090571 എന്ന വാട്സ്ആപ്പ് നമ്പറിലും വിളിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫി TV. ഗതാഗത നിയമങ്ങൾ പാലിക്കാതെ വാഹനങ്ങളുടെ ഗ്ലാസുകളിൽ സ്റ്റിക്കറുകൾ പതിപ്പിക്കുന്നതിനെതിരെ ഉടമകൾക്ക് കർശന മുന്നറിയിപ്പുമായി സൗദി ട്രാഫിക് വകുപ്പ്. നിയമം ലംഘിക്കുന്നവർക്ക് 500 റിയാൽ മുതൽ 900 റിയാൽ വരെ പിഴ ചുമത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. കാറിന്റെ ചില്ലുകളിൽ സ്റ്റിക്കറുകൾ പതിക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ നിയന്ത്രണങ്ങൾ ഗതാഗത വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രക്കാരുടെ സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കുന്ന രീതിയിൽ വാഹനത്തിന്റെ പിൻവശത്തെ വിൻഡോകളിൽ 30% വരെ മാത്രമേ കൂളിംഗ് സ്റ്റിക്കറുകൾ പതിക്കാൻ പാടുള്ളൂ. വാഹനത്തിനുള്ളിലെ താപനില കുറയ്ക്കാനും ദോഷകരമായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷണം നൽകാനും ഇത്തരം സ്റ്റിക്കറുകൾ സഹായിക്കുമെങ്കിലും ഡ്രൈവർമാരുടെ കാഴ്ചയെ യാതൊരു വിധത്തിലും തടസ്സപ്പെടുത്താൻ പാടില്ല. സുരക്ഷിതമായ ഡ്രൈവിംഗിന് ആവശ്യമായ ദൃശ്യപരത ഉറപ്പാക്കാത്ത തരത്തിലുള്ള മറ്റെല്ലാ വിധത്തിലുമുള്ള സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ടെന്നും ട്രാഫിക് വകുപ്പ് ഓർമ്മിപ്പിച്ചു. നിലവിലെ ചട്ടങ്ങൾ അനുസരിച്ച് മുൻവശത്തെയും പിൻവശത്തെയും ജനാലകളിൽ സ്റ്റിക്കറുകൾ ഉപയോഗിക്കാൻ അനുമതിയുണ്ട്. എന്നാൽ ഇവ പുറത്തുനിന്നുള്ള ദൃശ്യപരത മറയ്ക്കാത്ത വിധം പൂർണ്ണമായും സുതാര്യമായിരിക്കണം. റോഡുകളിലെ മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കണ്ണാടി പോലുള്ള റിഫ്ലക്റ്റീവ് സ്റ്റിക്കറുകൾക്ക് കർശന വിലക്കുണ്ട്. കൂടാതെ ഡ്രൈവറുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ചിത്രങ്ങളോ മറ്റ് അലങ്കാരങ്ങളോ ഗ്ലാസുകളിൽ സ്ഥാപിക്കാൻ പാടില്ലെന്നും ട്രാഫിക് വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി വ്യോമ ഗതാഗത മാനേജ്മെന്റിനെ പുകഴ്ത്തി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. ചെറിയ തടസ്സങ്ങളുണ്ടായിട്ടും വ്യോമഗതാഗതത്തിൽ വൻ വർധന സാധ്യമാക്കുന്നതിൽ സൗദി നടത്തിയ ശ്രമങ്ങളെ അംഗീകരിച്ച് അസോസിയേഷൻ അഭിനന്ദന കത്തും സ്മാരക ഫലകവും നൽകി. മേഖലയിലെ സമീപകാല സംഭവവികാസങ്ങൾക്കിടയിലും മികച്ച പ്രവർത്തനം നടത്തി സൗദി വ്യോമഗതാഗത മാനേജ്മെന്റിനെ പുകഴ്ത്തി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. ഉയർന്ന നിലവാരത്തിലുള്ള സുരക്ഷ, സെക്യൂരിറ്റി, കാര്യക്ഷമത എന്നിവ പാലിച്ചു മുടക്കമില്ലാതെ സൗദി അധികൃതർ പ്രവർത്തിച്ചതായി അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. ചെറിയ തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും വ്യോമഗതാഗതത്തിൽ വൻ വർധന സാധ്യമാക്കുന്നതിൽ സൗദി എയർ നാവിഗേഷൻ സർവീസസ് നടത്തിയ ശ്രമങ്ങളെ അംഗീകരിച്ച് അസോസിയേഷൻ അഭിനന്ദന കത്തും സ്മാരക ഫലകവും നൽകി. വെല്ലുവിളി നിറഞ്ഞ പ്രാദേശിക സാഹചര്യങ്ങൾക്കിടയിലും വ്യോമഗതാഗതം കൈകാര്യം ചെയ്യുന്നതിലും വ്യോമ റൂട്ടുകൾ പുനഃക്രമീകരിക്കുന്നതിലും സൗദി എയർ നാവിഗേഷൻ സർവീസസ് അസാധാരണ പ്രൊഫഷണലിസം പ്രകടിപ്പിച്ചതായി IATA പറയുന്നു. 2026 തുടക്കം മുതൽ ജൂൺ 15 വരെ സൗദി എയർ നാവിഗേഷൻ സർവീസസ് രാജ്യത്തിന്റെ വ്യോമ അതിർത്തിയിൽ 460,000-ലധികം വ്യോമഗതാഗത നീക്കങ്ങളാണ് കൈകാര്യം ചെയ്തത്. വ്യോമഗതാഗതത്തിന്റെ സുരക്ഷയും ഒഴുക്കും ഉറപ്പാക്കാൻ 970-ലധികം എയർ ട്രാഫിക് കൺട്രോളർമാരും 420 എഞ്ചിനീയർമാരും ടെക്നീഷ്യന്മാരും 24 മണിക്കൂറും പ്രവർത്തിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.